ട്രെക്കിംഗ് ഫീ അത് ഒരാളാണെങ്കിലും 5 ആളാണെങ്കിലും സെയിം ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നത് 4 ആളെ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ 10-ൽ കൂടുതൽ ആൾക്കാർ നമ്മൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. വഴിയിൽ നിന്ന് നമ്മുടെ അസ്ലാനെയും കൂടെ കൂട്ടി. അസ്ലാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറും നല്ലൊരു ചിത്രകാരനൊക്കെയാണ് കേട്ടോ. മീൻമുട്ടിയിൽ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മുടെ ആദ്യത്തെ ഗേറ്റിൽ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തു. അധികം സമയം നിൽക്കാതെ എല്ലാവരും എത്തി. നേരെ സെക്കൻഡ് ഗേറ്റ് പോയി അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവിടെ ചെറിയൊരു ബ്രീഫൊക്കെ നടത്തി നമ്മൾ നമ്മുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മുടെ ഷോലവനാണ്. ഇപ്പോൾ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അട്ടയും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. ഷോലവനം കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ പുല്ലും പാറയൊക്കെ ഉള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് പ്രവേശിക്കും. ഇത് മ്ലാവുകളുടെ സംരക്ഷണ മേഖലയായിരുന്നു. ഈ വെയിൽ കാണുന്നില്ല, ഈ വെയിൽ കാണുന്നുണ്ട് അതെങ്ങനെ. എന്നിട്ട് അത് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് എല്ലാറ്റിനും തുറന്നു കിട്ടും. മ്ലാവ് സംരക്ഷണ മേഖല തീർന്നതോടുകൂടി നമ്മൾ നേരെ സീതാതീർത്ഥത്തിലോട്ട് പ്രവേശിക്കുകയാണ്. വനവാസകാലത്ത് സീതാദേവി ഇതുവഴി പോയെന്നും അന്ന് അവർ കുളിക്കാനും കുടിക്കാനും എല്ലാം ഉപയോഗിച്ചിരുന്ന വെള്ളമാണിതെന്നുമാണ് ഹൈന്ദവ വിശ്വാസം. എല്ലാ സമയത്തും ഇതിൽ വെള്ളം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സീതാതീർത്ഥത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട 2 ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ആൾറെഡി നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് ട്രെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസൻ വാലിയിലെത്തും. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഭൂപ്രദേശമാണത്. ഒരു 360 ഡിഗ്രിയുള്ള വ്യൂ ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശം. പിന്നെ ട്രെക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ട്രെക്കാണ്. ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാക്സിമം വരുന്ന ഒരു ബിഗിനേഴ്സിനും ഫാമിലിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രക്ക്. നമ്മുടെ അടുത്ത പൊന്മുടി യാത്രയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഈ ട്രക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിച്ചോളൂ. തൽക്കാലം വിടാ. ബൈ. ഷെരീഫ് എക്സ്പ്ലോറർ.